തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോടിൽ കാണാതായ ശുചീകരണ തൊഴിലാളിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും നടക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ ശ്രീയാക്കുളം സുരേഷ് നമ്മളോടൊപ്പമുണ്ട്. ശ്രീയാക്കുളം സുരേഷ്, നേരത്തെ മേയർ പറഞ്ഞത് ഇത് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വന്ന അനാസ്ഥയാണ്. മാത്രമല്ല നഗരസഭ പല ആവർത്തി ഇക്കാര്യങ്ങളിലൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടും റെയിൽവേ വേണ്ട രീതിയിൽ ഇടപെടൽ നടത്തിയില്ല. ഈ നഗരത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിലെ മാലിന്യം നീക്കുമെന്ന കാര്യത്തിൽ നഗരസഭ കാര്യമായി തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ്. ഇതിപ്പോൾ പൂർണ്ണമായും ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയും അനാസ്ഥയുമാണോ ഇങ്ങനെ ഒരു ദുരന്തത്തിന് ഇടവെച്ചത്? ശ്രീയാക്കുളം സുരേഷ്. നഗരം ശുചിയാക്കുന്ന കാര്യത്തിൽ തിരുവനന്തപുരം നഗരസഭ അമ്പേ പരാജയമാണെന്ന് ഒട്ടനവധി തവണ തെളിയിച്ചതാണ്. പക്ഷെ അത് സമ്മതിക്കുവാനുള്ള ഇച്ഛാശക്തി ഈ ഭരണസമിതിക്കില്ല. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ 100 വാർഡുകളുള്ള നഗരം വൃത്തിയാക്കുന്നതിന് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ളത് കേവലം ഒരു JCB ആണ്. അത് ഒരു മാസത്തിൽ 15 ദിവസവും വർക്ക്ഷോപ്പിലാണ്. അതുപോലെ തന്നെ ഒരു ഇറ്റാച്ചി ഉണ്ട്, അതിന് ഓടിക്കാൻ ഡ്രൈവറില്ല. അപ്പോൾ 100 വാർഡുകൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി നഗരസഭയ്ക്ക് യാതൊരു സംവിധാനവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ ശ്രീ ജോയിക്ക് പറ്റിയ അപകടം നഗരസഭയുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അതിൽ നിന്ന് നഗരസഭയ്ക്ക് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. CPMൻ്റെ സ്ഥിരം ശൈലിയാണ് എന്തെങ്കിലും മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് തങ്ങളുടെ ഭാഗം ന്യായീകരിക്കുക എന്നുള്ളത്. CPMൻ്റെ ഒരു പതിവ് ശൈലിയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കൂമ്പാരം ഇന്നും ഇന്നലെയും ഒരു 2-3 ദിവസം കൊണ്ട് വന്ന കൂമ്പാരമല്ല. ഇത് ദിവസങ്ങളോളം പല ഭാഗത്തു നിന്നും ഒഴുകിയെത്തുന്ന ഈ മാലിന്യം കൃത്യസമയത്ത് തന്നെ മാറ്റുവാൻ നഗരസഭയ്ക്ക് കഴിയുന്നില്ല എന്നത് വളരെ ലജ്ജാകരമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം നഗരസഭയ്ക്ക് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഈ സ്കൂബ ടീമിനെ അഭിനന്ദിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇവിടെ ചെയ്യേണ്ടത് ഇതൊരു സ്ഥിരം പ്രോസസ്സ് ആവണം. ഇത് മഴക്കാലം വരുമ്പോൾ മാത്രം വൃത്തിയാക്കുവാനുള്ള ഒരു ഏർപ്പാടിൽ നിന്നും മാറി സ്ഥിരമായി ത്രൂ ഔട്ട് ദി ഇയർ 365 ദിവസവും ഈ ആമയിഴഞ്ചാൻ തോടും അതുപോലെ തന്നെ പാർവതി പുത്തനാരും തെക്കനക്കര കനാലുമൊക്കെ വൃത്തിയാക്കുവാനുള്ളൊരു സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ നഗരത്തെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും അതുപോലെ തന്നെ ഈ മലിനമായ ഈ തോടുകളിൽ നിന്നുമൊക്കെ നമുക്ക് രക്ഷ നേടാൻ കഴിയണമെങ്കിൽ നിരന്തരമായ ഒരു ക്ലീനിങ് ഈ നഗരസഭ നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തണം എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. ശരി.